അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുമാണ് പ്രമാണങ്ങളായി മുസ്ലിം ലോകം അംഗീകരിച്ചതും. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് പ്രമാണങ്ങളുമാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന പുരോഹിതന്മാര് നമുക്ക് ചുറ്റുപാടിലും കാണാം. അവർ സ്വയം മനസ്സമാധാനത്തിൽ അവർ പറയുകയാണ്, മുജാഹിദുകൾ അവർ പുത്തൻവാദികളാണ്, മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാത്തവരാണ്, മുജാഹിദുകൾ അവർ സുന്നത്ത് പിൻപറ്റാത്തവരാണ് എന്നൊക്കെയുള്ള വ്യാജങ്ങളായ കാര്യങ്ങൾ, നിരർത്ഥകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഒരു കക്ഷികളാണ് സമസ്തയിലെ മുസ്ലിയാക്കന്മാരെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദ് എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. നോക്കൂ സഹോദരങ്ങളെ, എൻ്റെ കയ്യിലിരിക്കുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീൻ ഭരണഘടനയാണ്. ഭരണഘടനയാണല്ലോ ഒരു സംഘടനയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, ഇതിന്റെ ഒന്നാമത്തെ ഈ മുജാഹിദ് പ്രസ്ഥാനം കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നുള്ളതിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസ ആചാരങ്ങളും ജീവിതക്രമവും സംസ്കാരവും പ്രചരിപ്പിക്കുകയും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും ജനങ്ങളെ അകറ്റുകയും ചെയ്യുക. ബി, ഖുർആനും സുന്നത്തും ഇസ്ലാമിക വിജ്ഞാനവും അറബി സാഹിത്യവും പ്രചരിപ്പിക്കുക. നോക്കൂ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ്! ഈ ഒരു ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ആദർശങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ വ്യാഖ്യാനമായി വന്ന സ്വഹീഹായ ഹദീസുകളാണ്. അതിന് അനുകൂലമായിട്ട് വരുന്ന ഇമാമിയങ്ങളുടെ ഉദ്ധരണികളാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം അന്നു മുതൽ ഇന്ന് വരെ ജനങ്ങളോട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സുബഹ് നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദുകളും അതിനെ ഇത്തിബാ ചെയ്യുകയാണ്, പ്രവാചകരെ അനുധാവനം ചെയ്യുകയാണ്. സുബഹ് നമസ്കാരത്തിൽ ഖുനൂത്ത് പ്രവാചകർ സ്വഹാബാക്കൾ ചെയ്യാത്തത് കൊണ്ട് മുജാഹിദുകളും അത് ചെയ്യുന്നില്ല. ഇത് പുതിയ ഒരു കാര്യമല്ല. ഈ ഖുനൂത്ത് മുജാഹിദുകൾ ചൊല്ലാത്തത് കൊണ്ട് ഈ സമസ്തക്കാർ പറയുന്നതാണ് ഇവർ പുത്തൻവാദികളാണ്. ഖുനൂത്തിൽ എന്ത് നല്ല പ്രാർത്ഥനയാണുള്ളത്! അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫീത. നല്ല പ്രാർത്ഥനയല്ലേ? ഈ പ്രാർത്ഥന ഒഴിവാക്കുന്ന മുജാഹിദുകൾക്ക് സുന്നത്തില്ല, അല്ലെങ്കിൽ പുത്തൻവാദികളാണ് എന്നുള്ള ഒരു പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ അറിയണം സഹോദരങ്ങളെ. എന്താണ് സുബഹ് നമസ്കാരത്തിലെ ഖുനൂത്ത്? അതിനു മുമ്പ് നാം അറിയണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 1 മാസക്കാലമാണ് ഖുനൂത്ത് നടത്തിയിരുന്നത്. ആ ഖുനൂത്താകട്ടെ സുബഹിൽ മാത്രമല്ല, എല്ലാ വഖത്തിലും ആ ഖുനൂത്ത് പ്രവാചകർ നടത്തിയിരുന്നു. ഇതാ സ്വഹീഹ് മുസ്ലിം 677 നമ്പർ ഹദീസ്: അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ യദ്ഉ അലാ അഹ്യാഇൻ മിൻ അഹ്യാഇൽ അറബി സുമ്മ തറക്കഹു. ഇത് അള്ളാഹുവിന്റെ പ്രവാചകരുടെ ജീവിതത്തിൽ 1 മാസം ഖുനൂത്ത് നടത്തിയതിന്റെ തെളിവാണ്. ഇത് ഏത് ഖുനൂത്താണ്? എല്ലാ നമസ്കാരങ്ങളിലും, സുബഹ് പോലെ, ളുഹർ പോലെ, അസ്ർ പോലെ, മഗ്രിബ് പോലെ. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള വ്യാജേന കുറച്ച് ആൾക്കാർ കൊണ്ടുപോവുകയും വധിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ പ്രവാചകർ 1 മാസക്കാലം ആ ഗോത്രത്തിനെതിരെ പേരെടുത്തുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. ആ ഖുനൂത്ത് 1 മാസം കഴിയുമ്പോഴേക്കും സുമ്മ തറക്കഹു, പിന്നെ അത് ഒഴിവാക്കിയതായിട്ട് സ്വഹീഹ് മുസ്ലിം. നോക്കൂ, ഈ സ്വഹീഹ് മുസ്ലിം ഈ 677 നമ്പർ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്: വദഹബ അബൂ ഹനീഫ വഅഹ്മദ് വആഖറൂന ഇലാ അന്നഹു ലാ ഖുനൂത ഫി സുബ്ഹ്. ഇമാം അബൂ ഹനീഫയും അഹ്മദും അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരും സുബഹിൽ
ഖുനൂത്ത് ഓതിയിരുന്നില്ല. ഇത് സ്വഹീഹ് മുസ്ലിമാണ് സഹോദരങ്ങളെ. ഇനി നോക്കൂ, ലോകത്ത് ആദ്യമായി ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഇതാണ് ലോകത്തെ ഏറ്റവും ആദ്യമായി സ്വഹീഹ് ബുഖാരിക്ക് മുസ്ലിമിന് മുമ്പേ ഒരു ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥമായി ലോകത്ത് അറിയപ്പെട്ട ഗ്രന്ഥം. ബാബുൽ ഖുനൂത്ത് ഫി സുബ്ഹ് കൊടുക്കുകയാണ് ഒരു അധ്യായം, 16-ാം അധ്യായം. അതിൽ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. അന്ന അബ്ദുല്ലാഹിബിൻ ഉമർ കാന ലാ യഖ്നുതു ഫീ ഷൈഇൻ മിനസ് സ്വലാഹ്. ഹിജ്റ 93-ൽ ജനിക്കുകയും 179-ൽ വഫാത്താവുകയും ചെയ്ത മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, അബ്ദുല്ലാഹിബിൻ ഉമർ, ആരാണ് അബ്ദുല്ലാഹിബിൻ ഉമർ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മുത്തബിഉ സുന്ന എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ലാ യഖ്നുതു ഫീ ഷൈഇൻ മിനസ് സ്വലാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു നമസ്കാരത്തിലും ഖുനൂത്ത് ഓതുമായിരുന്നില്ല. കൃത്യമാണ് അൽ മുവത്ത. ഇനി രണ്ടാമത്തെ ഗ്രന്ഥം നോക്കൂ സഹോദരങ്ങളെ, സുനനുൻ നസാഇ. ഈ സുനനുൻ നസാഇ എന്ന് പറയുന്നത് ഹിജ്റ 215-ൽ ജനിക്കുകയും 303-ൽ വഫാത്താവുകയും ചെയ്ത മഹാനായ ഇമാം നസാഇ റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ 1075-ാം നമ്പർ ഹദീസായി, അതുപോലെ 1076-ാം നമ്പർ ഹദീസുമായി ഒരു ചരിത്രം കൊണ്ടുവരികയാണ്, ഒരു സംഭവം കൊണ്ടുവരികയാണ്. എന്താണ് അവിടെ? മഹാനായ അബീ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു തആല അൻഹു തന്റെ പിതാവായ സ്വഹാബിയോട് ചോദിക്കുകയാണ് ഒരു കാര്യം. എന്താണ് ചോദിക്കുന്നത്? പൊന്നു വാപ്പ, സ്വല്ലൈതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഖ്നുത് വസ്വല്ലൈതു ഖൽഫ അബീ ബക്കർ ഫലം യഖ്നുത് വസ്വല്ലൈതു ഖൽഫ ഉമർ ഫലം യഖ്നുത് വസ്വല്ലൈതു ഖൽഫ ഉസ്മാൻ ഫലം യഖ്നുത് വസ്വല്ലൈതു ഖൽഫ അലി ഫലം യഖ്നുത്. ആ പിതാവ് പറയുകയാണ്, ഞാൻ നബിയുടെ പിന്നിൽ നിന്നും നമസ്കരിച്ചു, 4 ഖുലഫാ റാഷിദീങ്ങളുടെ പിന്നിൽ നിന്നും നമസ്കരിച്ചു, അവരാരും സുബ്ഹിൽ ഖുനൂത്ത് ഓതിയിരുന്നില്ല. എന്നിട്ട് പറയുകയാണ്, സുമ്മ ഖാല യാ ബുനയ്യ ഇന്നഹാ ബിദ്അത്തുൻ. നിശ്ചയമായും സുബ്ഹ് നമസ്കാരത്തിലെ ഖുനൂത്ത് അത് ബിദ്അത്താണ്, അത് പുത്തൻവാദമാണ് എന്ന് സുനൻ നസായിയിൽ കൊടുക്കുകയാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഇബ്നു അബീ ഷൈബയുടെ അൽ മുസന്നിഫ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഒരുപാട് വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. ഈ രണ്ടാമത്തെ വാള്യത്തിൽ കുറെ ഹദീസുകൾ കൊടുക്കുകയാണ്. ഹിജ്റ 159-ലാണ് ജനിക്കുന്നത് മഹാനവർകൾ, 235-ൽ വഫാത്താവുകയാണ്. അദ്ദേഹം ഒരുപാട് ഹദീസുകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ പറഞ്ഞ ഹദീസുകളൊക്കെ വരികയാണ്. എന്താണ്? അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലം യഖ്നുത് ഫിൽ ഫജ്ർ. ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹ് നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടില്ല. എന്നിട്ട് നാം നേരത്തെ പറഞ്ഞ ഹദീസ് കൊണ്ടുവരികയാണ്, വഅബീ ബക്കർ വഉമർ വഉസ്മാൻ ഫകാനു യഖ്നുതൂൻ ഫഖാല ലാ യാ ബുനയ്യ ഹിയ മുഅ്ദസത്തുൻ. അത് പുത്തൻവാദമാണ്, സുബ്ഹ് നമസ്കാരത്തിലെ ഖുനൂത്ത് അത് ബിദ്അത്താണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്. ഇതിൽ ഒരുപാട് ഹദീസുകൾ കൊണ്ടുവരികയാണ്, ഒരുപാട് ഹദീസുകൾ. സുബ്ഹ് നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അബ്ദുല്ലാ ലാ യഖ്നുതു ഫീ സ്വലാത്തി സുബ്ഹ്. എത്ര ഹദീസുകളാണുള്ളത്, എത്ര ഹദീസുകളാണ്. അത് ബിദ്അത്താണ്, സുബ്ഹ് നമസ്കാരത്തിലെ ഖുനൂത്ത് ബിദ്അത്താണ് എന്ന് കൃത്യമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഇബ്നു അബീ ഷൈബയുടെ അൽ മുസന്നിഫ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇനി നോക്കൂ സഹോദരങ്ങളെ, സുനന് തിർമിദി എന്ന് പറയുന്ന ഈ ഗ്രന്ഥം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. ഈ സുനന് തിർമിദിയുടെ 402-ാം നമ്പർ ഹദീസായി കൊണ്ടുവരികയാണ്, ബാബ് മാൻ ജാഅ ഫീ തർക്കിൽ ഖുനൂത്ത്. നേരത്തെ പറഞ്ഞ ആ സംഭവം തന്നെയാണ്. അബീ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖുൽതു ലി അബീ, എന്റെ വാപ്പ, യാ അബത്തി ഇന്നക ഖദ് സ്വല്ലൈത ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി ഇബ്നു അബീ ത്വാലിബ് ഹാഹുനാ ബിൽ കൂഫത്തി നഹവൻ മിൻ 5 സിനീൻ അകാനു യഖ്നുതൂൻ. പൊന്നു വാപ്പ, താങ്കൾ നബിയുടെ പിന്നിൽ നിന്നും 4 ഖുലഫാ റാഷിദീങ്ങളുടെ പിന്നിൽ നിന്നും കൂഫയിൽ വെച്ചുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നിൽ നിന്നും 5 വർഷം താങ്കൾ മഅ്മൂമായി നമസ്കരിച്ചുവല്ലോ. അകാനു യഖ്നുതൂൻ, അവരാരെങ്കിലും സുബ്ഹ് നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ടോ?
മറുപടി ഐ ബുനയ്യ മുഹ്ദസുൻ, അത് പുത്തൻവാദമാണ്. അങ്ങനെ സുബഹ നമസ്കാരത്തിൽ ഖുനൂത്തില്ല. എന്നിട്ട് സുനന് തിർമിദിയിൽ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന് ശേഷം പറയുകയാണ്, ഖാല അബൂ ഈസ ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ, അത് സ്വഹീഹായ ഹദീസാണ്, തർക്കിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. പലരും ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില മുസ്ലിയാക്കന്മാർ എന്താ പറയുന്നത്, അത് ലഈഫാണ്, അത് ദുർബലമാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ വൽ അമലു അലൈഹി ഇൻദ അക്സരി അഹ്ലിൽ ഇൽമ്, അധികം പണ്ഡിതന്മാരും ഈ കാര്യം അമൽ കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിച്ചു. അഥവാ സുബഹ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാതെയാണ് പണ്ഡിതന്മാരെല്ലാവരും ഈ ഹദീസിനെ തെളിവ് പിടിച്ചത് എന്ന് തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, സുനൻ ഇബ്നു മാജ, ഇതൊക്കെ രേഖകളാണ്. മുജാഹിദുകൾ വെറുതെ സുബഹ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാത്തതല്ല. പൊന്നാര റസൂലുള്ളാന്റെ സുന്നത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഇത് നോക്കൂ, ഹിജ്റ 209 ജനിക്കുകയും 275 വഫാത്താവുകയും ചെയ്ത ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സുനനിൽ കൊടുക്കുകയാണ് 1241 നമ്പർ ഹദീസ്. ആ ഹദീസിന്റെ ഹെഡിങ് തന്നെ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, ബാബ് മാ ജാഅ ഫിൽ ഖുനൂത്ത് ഫി സ്വലാത്തിൽ ഫജ്ർ, സുബഹ നമസ്കാരത്തിലെ ഖുനൂത്ത് എന്ന അധ്യായം. അവിടെ നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെ കൊടുക്കുകയാണ്. 5 വർഷം പൊന്നാര വാപ്പ നിങ്ങൾ കൂഫയിൽ വെച്ചുകൊണ്ട് അലിയുടെ പിന്നിലും അതുപോലെ തന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാന്റെ പിന്നിലും പൊന്നാര റസൂലുള്ളാന്റെ പിന്നിൽ നിന്നുകൊണ്ട് താങ്കൾ നമസ്കരിച്ചുവല്ലോ. ഫകാനു യഖ്നുതൂന ഫിൽ ഫജ്ർ, അവർ സുബഹ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരായിരുന്നു. അല്ലാതെ ചോദ്യം തന്നെ ബിദ്അത്ത് എന്നല്ല അങ്ങനെ മറ്റു മുസ്ലിയാക്കന്മാർ പറയുന്നത്. മോനെ, ആ ചോദ്യം തന്നെ ബിദ്അത്താണ് എന്നൊരു ദുർവ്യാഖ്യാനം നടത്തുകയാ. ഇവിടെ എന്താണ്, ഫകാനു യഖ്നുതൂന ഫിൽ ഫജ്ർ, സുബഹ നമസ്കാരത്തിൽ അവർ ഖുനൂത്ത് ഓതുന്നവരായിരുന്നു. ഫഖാല, അപ്പോൾ വാപ്പ പറഞ്ഞു, ഐ ബുനയ്യ മുഹ്ദസുൻ, അത് പുത്തൻവാദമാണ്, ചോദ്യമല്ല. സുബഹ നമസ്കാരത്തിലെ ഖുനൂത്ത് ബിദ്അത്താണ് എന്ന് കൃത്യമായ രീതിയിൽ പറയുകയാണ്. ഇനി നോക്കൂ, സുനന് ദാറുഖുത്നി, ഇമാം ദാറുഖുത്നി റഹ്മഹുല്ലാ ഹിജ്റ 306 ജനിക്കുകയും 385 വഫാത്താവുകയും ചെയ്ത ഇമാം ദാരിമി റഹ്മഹുല്ലാ അദ്ദേഹം പറയുകയാണ് 1672 നമ്പർ ഹദീസ്, ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞതായി, ഖാലത്ത് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖുനൂത്ത് ഫിൽ ഫജ്ർ, സുബഹ നമസ്കാരത്തിലെ ഖുനൂത്ത് പ്രവാചകൻ നിരോധിച്ചു എന്ന് കൃത്യമായി പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഇതേ ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി, യഖൂൽ ഇന്നൽ ഖുനൂത ഫീ സ്വലാത്തി സുബ്ഹി ബിദ്അത്തുൻ. സഹോദരങ്ങൾ, ഇതിനേക്കാളും എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ആരെ തോൽപ്പിക്കുകയാണ്? മുജാഹിദുകൾ തോറ്റു തരാം, പ്രമാണങ്ങൾക്ക് മുമ്പിൽ മുജാഹിദുകൾ തോൽക്കുകയില്ല. നിങ്ങളുടെ മുന്നിൽ തോറ്റു തരാം. കാരണം നിങ്ങൾ ജയിക്കുവാനായിട്ട് ഇസ്ലാം തോറ്റാലും നിങ്ങളുടെ വാദം ജയിക്കണമെന്നുള്ള വിശ്വാസക്കാരാണ് സമസ്തക്കാര്. ഇനി നോക്കൂ സഹോദരങ്ങളെ, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ അൽ മജ്മൂഉ അഥവാ ശറഹുൽ മുഹദ്ദബിൽ ഈ സംഭവം കൃത്യമായി പഠിപ്പിക്കുകയാണ്. വഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വഅസ്ഹാബഹു വഅബൂ ഹനീഫ വഅസ്ഹാബഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അദ്ദേഹത്തിന്റെ അനുചരന്മാരും, അബൂ ഹനീഫ പറയുകയാണ് അദ്ദേഹത്തിന്റെ അനുചരന്മാരും, വസുഫിയാൻ സൗരി താബിഈ പണ്ഡിതൻ, വഅഹ്മദ് റഹ്മഹുല്ലാ ലാ ഖുനൂത ഫിസ് സുബ്ഹ്, സുബ്ഹ് നമസ്കാരത്തിൽ ഖുനൂത്തില്ല. ആരായി പറയുന്നത്? മഹാനായ ഇമാം നബവി റഹ്മഹുല്ലാ. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് തെളിവായി കൊണ്ടുവരികയാണ്. നാം നേരത്തെ പറഞ്ഞ വാപ്പ 5 പേരുടെയും പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിച്ച ഒരു സംഭവം പറഞ്ഞുവല്ലോ, നേരത്തെ വിശദീകരിച്ചു. അബീ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു തആല അൻഹു ഖുൽതു ലി അബീ യാ അബീ ഇന്നക ഖദ് സല്ലൈത ഖലഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ വിശദീകരിച്ചതാണ്. വാപ്പാ, നിങ്ങൾ നബിയുടെ പിന്നിലും 4 ഖുലഫാ റാഷിദീങ്ങളുടെ പിന്നിലും നമസ്കരിച്ചുവോ? അവരാരെങ്കിലും സുബ്ഹിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ടോ? ഫകാനു യഖ്നുതൂന ഫിൽ ഫജ്ർ ഫഖാല ഐ ബുനയ്യ മുഹ്ദസുൻ റവാഹു നസായി വത്തിർമിദി. എന്നിട്ട് ഇമാം നവവി റഹ്മഹുല്ല പറയുകയാണ്, ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ. സമസ്തക്കാരെ, നിങ്ങൾ ആരെയാ തോൽപ്പിക്കുന്നത്? നിങ്ങൾ എന്തായി പറയണത്? മുജാഹിദുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ രേഖയില്ലാതെ ഒന്നും ചെയ്യില്ല സഹോദരങ്ങളെ.
മുജാഹിദുകൾ എന്ന് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പിൻഗാമികളാണ്. പൊന്നാര റസൂലുള്ള ചെയ്യാത്തത് കൊണ്ടാണ് സുബഹിൽ ഖുനൂത്ത് ഓതാത്തത് എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് ഇമാം നവവി അൽ മജ്മു ഈ ഗ്രന്ഥത്തിൽ പറയുകയാണ്, വൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അൽ ഖുനൂത്ത് ഫി സുബ്ഹി ബിദ്അത്തുൻ. എത്ര കൃത്യമായിട്ടാണ് ഇമാം നവവി റഹ്മഹുല്ലാ പറയുന്നത്. അതുപോലെ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം നവവി കൊടുക്കുകയാണ്, അന്നഹു നഹ അനിൽ ഖുനൂത്ത് ഫി സുബ്ഹി. സുബ്ഹ് നമസ്കാരത്തിൽ ഖുനൂത്ത് നിരോധിച്ചിരിക്കുന്നു. ഇതൊക്കെ രേഖകളല്ലേ സഹോദരങ്ങളെ? എത്രയെത്ര തെളിവുകളാണുള്ളത്, എത്രയെത്ര തെളിവുകളാണുള്ളത്. തീർന്ന സഹോദരങ്ങൾ, അവസാനമായി മറ്റൊരു ഗ്രന്ഥം കൂടി ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാ തന്റെ ഇമാം സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതിൽ പോലും ഈ വിഷയം കൊണ്ടുവരുന്നുണ്ട്. എന്താണ് കൊണ്ടുവരുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ട് പറയുകയാണ്, വിത്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും, അന്നഹു ബിദ്അത്തുൻ ക ഇബ്നു ഉമർ വഫിൽ മുവത്തഇൽ വന്നിട്ടുണ്ട്. നാം നേരത്തെ പരിചയപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയിൽ പറയുന്നത് ഇവിടെ പരാമർശിക്കുകയാണ് അസ്കലാനി റഹ്മഹുല്ലാ. വഫിൽ മുവത്തഇ അൻഹു അന്നഹു കാന ലാ യഖ്നുതു ഫീ ഷൈഇൻ മിനസ് സ്വലവാത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു നമസ്കാരത്തിലും ഖുനൂത്ത് ഓതുമായിരുന്നില്ല. ആരാണ് ഈ പറയുന്നത്? ഫത്ഹുൽ ബാരി സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വാശി വെടിയുക. ഖുനൂത്തിൽ നല്ല പ്രാർത്ഥനയാണ്, പക്ഷെ ആ പ്രാർത്ഥന ചൊല്ലുവാൻ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.